Hello students. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക് എൻസിഫറിംഗ് മെട്രീസസ് ആണ്. ഓൾറെഡി നമ്മൾ എൻസിഫർ ചെയ്യാനും അതുപോലെ ഡെസിഫർ ചെയ്യാനും ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസും ഡിഫറെൻറ്റ് സിസ്റ്റംസും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എൻസിഫർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഡെസിഫർ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് എൻസിഫറിംഗ് മെട്രീസസ് എന്ന് നോക്കാം. കുറച്ച് തിയറിയാണ്, അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, suppose we have an n-letter alphabet and want to send digraph as our message unit. In the earlier example we saw how we can let each digraph correspond to an integer modulo n square. പ്രോബ്ലം ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളതാണ്. ഡയഗ്രാഫിൽ വരുന്ന പ്രോബ്ലം ആണ്, അതൊരാൾ സെമിനാറായിട്ട് ചെയ്യും കേട്ടോ, സെമിനാറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എൻസിഫർ ചെയ്യുക അതുപോലെ തന്നെ ഡെസിഫർ ചെയ്യുക എന്നുള്ളത് ആ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് ഡയഗ്രാഫായിട്ട്. That is to an element of z over n square z. മോഡുലോ n square എന്ന് പറയുന്നത് തന്നെയാണ് z over n square z-ലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Alternate possibility is to let each digraph correspond to a vector, that is to a pair of integers x, y, x മുകളിലും താഴെ y, ഒരു വെക്ടർ ഫോം പോലെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഡയഗ്രാഫ് ആണെങ്കിൽ ഇതിൽ 2 ലെറ്റർ കാണില്ലേ, ആ 2 ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും സെക്കൻഡ് ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയും വിത്ത് എക്സ് ആൻഡ് വൈ ഈച്ച് മോഡുലോ എൻ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ റെപ്രസെൻറ്റേഷൻ, ഈ വെക്ടർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ ഡയഗ്രാഫിലെ 2 ലെറ്റർ ബ്ലോക്സ് ആയിരിക്കും. ആ 2 ലെറ്റർ ബ്ലോക്സിൻ്റെ വെക്ടർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷനുള്ള എക്സാമ്പിളാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് വി ഹാവ് ടു കൺസിഡർ ദ ആൽഫബറ്റ് A to Z വിത്ത് ന്യൂമറിക്കൽ ഇക്വാലൻസ് 0 to 25 റെസ്പെക്റ്റീവ്ലി. ദെൻ ദ ഡയഗ്രാഫ് കറസ്പോണ്ട്സ് ടു നോ എന്നുള്ള ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ 26 ലെറ്റർ ആൽഫബറ്റിൽ 0 to 25 ആണ് അതിൻ്റെ ന്യൂമറിക്കൽ ഇക്വാലൻസ് വരുന്നത്. നോ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ വരുന്നത് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 13ഉം ഓക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 14ഉം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, 13 14 എന്നുള്ള രീതിയിലാണ് നമ്മളത് എഴുതുക. ഓക്കെ, ഇതാണ് ആ വെക്ടർ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വി പിക്ചർ ഈച്ച് ഡയഗ്രാഫ് P ആസ് എ point in an n by n square array. n by n square array നമ്മൾ xy പ്ലെയിൻ എന്ന് പറയില്ലേ, r by r എന്ന് പറയാറില്ലേ, r ക്രോസ് r, അതുപോലെ ഇവിടെ n ക്രോസ് n സ്ക്വയർ അറേ ആയിട്ടാണ് നമ്മൾ ഒരു ഡയഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഓരോ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് an xy പ്ലെയിൻ എക്സെപ്റ്റ് ദാറ്റ് ഈച്ച് ആക്സിസ് റാദർ ദാൻ ബീയിങ് എ കോപ്പി ഓഫ് റിയൽ നമ്പർ ലൈൻ വി ഹാവ് എ കോപ്പി ഓഫ് z over nz. അപ്പോൾ റിയൽ ലൈൻ ആവുന്നതിന് പകരം നമുക്ക് z over nz ആണ് 2 x ആക്സിസ് ആയിട്ടും y ആക്സിസ് ആയിട്ടും വരുന്നത്. ജസ്റ്റ് ആസ് ദ റിയൽ xy പ്ലെയിൻ ഈസ് ഓഫേൺ ഡിനോട്ടഡ് ബൈ r സ്ക്വയർ, ദിസ് n by n array ഈസ് ഡിനോട്ടഡ് ബൈ z over nz സ്ക്വയർ. z over nz cross z over nz എന്ന് വെച്ചാൽ z over nz സ്ക്വയർ. Once we visualize the digraph as vectors, that is points in the plane, we then intercept an enciphering transformation as a rearrangement of n by n array of points. More precisely, an enciphering map is a 1-1 function from z over nz to itself. The square illata z over okay, z over nz square to itself എന്നാണ്, z over nz square to itself. അപ്പോൾ r by rന് പകരം z over nz ക്രോസ് z over nz ആണ്. ഓരോ ഡയഗ്രാഫിനെയും നമ്മൾ ഓരോ വെക്ടർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻസിഫറിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഈ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്, ഈ n by n അറേയിലുള്ള ഒരു റീഅറേഞ്ച്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ 1-1 മാപ്പ് ഫ്രം z over nz സ്ക്വയർ ടു z over nz സ്ക്വയർ. ഇതുപോലുള്ളൊരു പ്ലെയിനിലാണ് നമ്മൾ ഓരോ വെക്ടറും മാപ്പ് ചെയ്യുന്നത്. ഇത് z over nz സ്ക്വയർ പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിലെ ഓരോ പോയിന്റും ഓരോ ഡയഗ്രാഫിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ മറ്റൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ z over nzൻ്റെ തന്നെ nz സ്ക്വയർ വരുന്ന വേറൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ഇവിടെ ഈ പ്ലെയിനിൽ നിന്ന് മറ്റേ പ്ലെയിനിലേക്കുള്ള രണ്ടാമത്തെ പ്ലെയിനിലേക്കുള്ള ഒരു 1-1 മാപ്പായിട്ടും നമുക്ക് ഈ എൻസിഫറിംഗ് ട്രാൻസ്ഫോർമേഷനെ വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ജിയോമെട്രിക്കൽ വേർഷനും അതിൻ്റെ മാത്തമാറ്റിക്കൽ വേർഷനും ഒക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് റിവ്യൂ ഓഫ് ലീനിയർ ഓൾജിബ്രയാണ്. ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലെ നോട്ട്സ് വീഡിയോ എടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ വരുന്നില്ല. നിങ്ങളുടെ നോട്ട്സിൽ നോക്കുക, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുക, എന്നിട്ട് നോട്ട്സ് നിർത്തി വെച്ചിട്ട് ക്ലാസ് കേൾക്കുക, എന്നാലാണ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുക.
അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണൊന്ന് റിവൈൻഡ് ചെയ്യുന്നത്. നമുക്ക് അറിയാം ഒരു 2x2 മെട്രിക്സ് ABCD എന്നുള്ള ഫോമാണ് ആൻഡ് എ വെക്ടർ ഇൻ ദ പ്ലെയിൻ XY എടുത്തിട്ടുണ്ട് എങ്കിൽ ദ മെട്രിക്സ് ടു വൺ ക്യാൻ അപ്ലൈ ദ മെട്രിക്സ് ടു ദ വെക്ടർ ടു ഒബ്റ്റൈൻ എ ന്യൂ വെക്ടർ ആസ് ഫോളോസ്. ഇതിന് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂ വെക്ടർ കിട്ടും എന്നറിയാം അല്ലേ. ABCD ഇൻറ്റു XY ചെയ്താൽ പുതിയത് കിട്ടുന്ന വെക്ടറാണ് AX + BY CX + DY. ഇതിനെയാണ് നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സും ഇത് അവിടെ വരുന്ന വേരിയബിൾസും ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. ഇത് നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് ആൻസർ ആണ്. നമുക്ക് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മാപ്പ് ചെയ്യുന്ന ആ എലമെൻറ്റ്സ് ലാസ്റ്റ് കിട്ടുന്ന എലമെൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു മെട്രിക്സ് ഫോമിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ഓർമ്മയുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റിൽ നോക്കിയാൽ ഇവിടെ ഈക്വൽ ടു പിന്നെ DEF എന്ന് കാണാനായിട്ട് പറ്റും. അത് ഈക്വൽ ടു എന്ന് വായിച്ചാൽ മതി, മറ്റത് പ്രശ്നമില്ല. അത് ടെക്സ്റ്റിലെ നൊട്ടേഷനാണ്, അത് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, equal to എന്ന് വായിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഫോർ എ ഫിക്സ്ഡ് മെട്രിക്സ് ദ ഫംഗ്ഷൻ ഫ്രം വൺ വെക്ടർ ടു അനദർ വെക്ടർ ഈസ് കോൾഡ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, meaning that it passes some and constant multiple of a vector. അതായത് ഇവിടെ നമുക്കറിയാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെക്ടർ സമ്മും അതുപോലെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ രണ്ടും പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നാണ്. പാസസ് എന്നല്ലാട്ടോ, അത് പ്രിസർവ്സ് എന്നാണ്. പ്രിസർവ്സ് സംസ് ആൻഡ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ഓഫ് വെക്ടേഴ്സ്. Using this notation, we can view any set of simultaneous equations of the form AX + BY = E, CX + DY = F as equivalent to a single matrix equation AX = B, where A denotes the matrix ABCD, X denotes the unknowns XY, and B denotes the column vector EF. അപ്പോൾ നമുക്ക് ഏതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഒരു മെട്രിക്സ് ഇക്വേഷനായിട്ട് മെട്രിക്സ് ഇക്വേഷൻ AX = B ആയിട്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് ഓൾറെഡി നമ്മൾ +2 മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വൺ വേ ടു സോൾവ് ദ മെട്രിക്സ് ഇക്വേഷൻ AX = B ഈസ് ഇൻവേഴ്സ് മെത്തേഡ്. നമുക്കറിയാം അല്ലേ, കോഎഫിഷ്യന്റ് മെട്രിക്സ് A ഇൻവേർട്ടബിൾ ആണ് എങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് X = A ഇൻവേഴ്സ് B ആയിരിക്കും. By the inverse of the matrix A, we mean that the matrix which multiply by it to give the identity matrix. അപ്പോൾ ഇൻവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ആ മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല ഇതിനിടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. മെട്രിക്സ് A = ABCD ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെയും കൂടി ടേംസിലാണ് അല്ലേ. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമാണ് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് 1/D ഇൻറ്റു ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് മെട്രിക്സ് എഴുതും. അപ്പോൾ D - B - C A ആണ് വരിക. ദാറ്റ് ഈസ് ഈ D എന്നുള്ളത് ഉള്ളിലേക്ക് എടുക്കുകയാണ് എങ്കിൽ D inverse D minus D inverse B minus D inverse C D inverse A ആണ് വരുന്നത്. ഓക്കെ, അഡ്ജ് ബൈ ഡിറ്റർമിനൻ്റ് കോൺജുഗേറ്റ് മെട്രിക്സ് അല്ല, അഡ്ജോയിൻറ്റ് മെട്രിക്സ്. അപ്പോൾ അഡ്ജ് ബൈ ഡിറ്റർമിനൻ്റ് എന്നുള്ള ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. ഈ ഡിറ്റർമിനൻറ്റിനെ 1/D എന്നുള്ള ഡിറ്റർമിനൻറ്റിന് 1/D എന്നുള്ള വാല്യൂവിനെ D ഇൻവേഴ്സ് എന്ന് എഴുതിയെന്ന് മാത്രം, അതിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതൊരു റെപ്രസെൻറ്റേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. There are three possibilities for the solutions of the system of simultaneous equation AX = B. First, if the determinant D is non-zero, then there is precisely one solution X = XY. അതായത് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണ് എങ്കിൽ അവിടെ നമുക്ക് ഒരേ ഒരു സൊല്യൂഷൻ അല്ലേ, ഒരൊറ്റ സൊല്യൂഷൻ യുണീക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കിട്ടും. ഇഫ് D = 0, ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ then either there are no solutions or there are infinitely many solutions. ഡിറ്റർമിനൻറ്റ് 0 ആണ് എങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഈ 3 ഓപ്ഷനാണ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉള്ളത് അല്ലേ. ഒന്നില്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. The three possibilities have a simple geometric
interpretation. The two equations give straight lines in the xy plane, and if d not equal to 0, then they intersect in exactly one point xy. ഈ ഇന്റർപ്രിട്ടേഷൻ ഓൾറെഡി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആയതുകൊണ്ട് രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ട് സ്ട്രേറ്റ് ലൈൻസിന് എന്തൊക്കെ പോസിബിലിറ്റി ഉള്ളത്? ഒന്നിലോ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ നോ സൊല്യൂഷൻ എന്നുള്ള ഓപ്ഷനാണ് അതിൻ്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ക്രോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരൊറ്റ പോയിന്റിലേ ക്രോസ് ചെയ്യുള്ളൂ. അതാണ് അടുത്ത ഓപ്ഷൻ അതിനുള്ളത്. അപ്പോൾ അവിടെ യുണീക്ക് സൊല്യൂഷൻ്റെ ഇന്റർപ്രിട്ടേഷനാണ് വരുന്നത്. അതുപോലെ പിന്നല്ല എങ്കിൽ രണ്ടും കൂടെ കൂട്ടി വെക്കണം അല്ലേ? കൂട്ടി വെക്കുമ്പോൾ അത് എല്ലാ പോയിന്റ്സിലും ഇന്റർസെക്ട് ചെയ്യും. എല്ലാ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന. അപ്പോൾ അവിടെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് എന്നുള്ളതാണ് അടുത്ത ജോമെട്രിക്കൽ വേർഷൻ വരുന്നത്. അപ്പോൾ രണ്ട് സ്ട്രേറ്റ് ലൈൻ വെച്ച് പറയുമ്പോൾ ഈ സിസ്റ്റത്തിന്, അതായത് രണ്ട് വേരിയബിൾ ഇക്വേഷൻ ആകുമ്പോൾ, 2 വേരിയബിൾ ഇക്വേഷൻ ആകുമ്പോൾ എപ്പോഴും നമുക്കത് സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുക അല്ലേ? അപ്പോൾ ആ ഒരു കേസിൽ തന്നെ 3 എണ്ണമാണ് വരുന്നത്. സ്ട്രേറ്റ് ലൈനിൻ്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോസിബിലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 സൊല്യൂഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒരിക്കലും രണ്ട് സ്ട്രേറ്റ് ലൈൻസ് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, 3 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചു നോക്കുക. 2 പോയിന്റിൽ രണ്ട് സ്ട്രേറ്റ് ലൈൻ എടുത്തിട്ട് അതിനെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ? 3 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ആകെ 3 ഓപ്ഷനുള്ളൂ രണ്ട് സ്ട്രേറ്റ് ലൈൻസിന് തമ്മിൽ വരയ്ക്കാവുന്നത്. ഒന്നിലോ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, അതായത് നോ സൊല്യൂഷൻ. അല്ല എങ്കിൽ അവരൊറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും, യുണീക്ക് സൊല്യൂഷൻ. അല്ലെങ്കിൽ അവർ എല്ലാ പോയിന്റിലും ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യും, അതായത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതാണ് അതിൻ്റെ ജോമെട്രിക്കൽ വേർഷൻ വരുന്നത് കേട്ടോ. സിസ്റ്റം ഓഫ് ഇക്വേഷനെ ജോമെട്രിക്കലി നമ്മൾ വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 2 വേരിയബിൾ ഇക്വേഷനെ വ്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതാണ്. ഇനി നൗ next, let us suppose that we have a bunch of vectors, say x1 equal to x1 y1. ഇത് ഞാൻ പറഞ്ഞല്ലോ 2 വേരിയബിൾ ഡയഗ്രാഫിൻ്റെ കേസിൽ വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എക്സെട്ര xk equal to xk yk arranged as the columns of a 2x matrix. Then we define the matrix product Ax equal to, അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ ഒരു 2x മെട്രിക്സിൻ്റെ 2 റോസും k കോളംസും ഉള്ള ഒരു മെട്രിക്സിൻ്റെ ഓരോരോ കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടേക്കാണ്. എന്നിട്ട് Ax കാൽക്കുലേറ്റ് ചെയ്യാണ്. Ax എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A equal to ABCD ആണ്. X പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഈ കോളംസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഈ 2x മെട്രിക്സ് നമുക്ക് കിട്ടുക. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഈ DEF ഞാൻ പറഞ്ഞു നിങ്ങളോട് നോക്കണ്ട, ദിസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ AX1 BY1 പ്ലസ് ഇവിടെ AX1 BY1 എക്സെട്ര ലാസ്റ്റ് എൻട്രി AXK BYK, ഇവിടെ CX1 DY1 എക്സെട്ര CXK DYK ആണ് വരുന്നത്. That we simply apply the matrix A to each column vector in order to obtain a new column vector. For example, this product of 2x2 matrices is ABCD into A dash B dash C dash D dash is this one എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് 2x2 മെട്രീസസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എഗെയിൻ ഒരു 2x2 മെട്രിക്സ് കിട്ടി. Similar facts hold for 3x3 matrices which can be applied to 3-dimensional column vectors and so on. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷനാണ് അവിടെ വരുന്നത് കേട്ടോ. അത്ര മാത്രം അതിൽ വരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് വരുന്നില്ല. അടുത്തത് ലീനിയർ ആൾജിബ്ര മോഡുലോ n ആണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം.